ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വാൾ പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ നാളായി വിചാരിക്കുന്നു വാൾ പെയിൻറ്റിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ വാൾ പെയിൻറ്റിങ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കുറേ ഗൂഗിളിലൊക്കെ പിക്ചറൊക്കെ നോക്കി, ഒന്നും മനസ്സിന് റെഡി ആയില്ല. പിന്നെ ഞാൻ തന്നെ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ട് അങ്ങ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വലുപ്പം കൂടുതലാണെന്ന് തോന്നി. പിന്നെ എന്തായാലും വരച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും മാറ്റൊന്നും വരുത്താൻ നിന്നില്ല. ഞാൻ പിന്നെ അങ്ങനെ വര തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്തു. അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ പോസ്റ്റർ കളറാണ് കേട്ടോ. പോസ്റ്റർ കളർ എടുത്തു. അതുപോലെ തന്നെ എന്നിട്ടത് പെയിൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ബ്ലൂ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം മേഘം, പിന്നെ ഒരു സൂര്യൻ, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സൂര്യനെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് കിട്ടും. അപ്പോൾ ആ സൂര്യൻ നമ്മളൊരു ഗോൾഡൻ യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം അത് റെഡിയായി. അപ്പോൾ ഇതുമ്പോൾ നിർത്താനാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒരു ബ്ലാക്ക് ആയിട്ട് എന്തെങ്കിലും ടച്ച് ഉള്ളത് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്യാൻ നിർത്തിട്ട് കുറച്ചൊരു ലീഫും കാര്യങ്ങളൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ലീഫ് ഓരോന്നായിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മൊത്തം വരയ്ക്കാനാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒരു സൈഡ് വരച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊരു ഒരു രസം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡും കൂടി വരച്ചാൽ കുറച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി ഞാൻ മറ്റേ സൈഡും അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റേ സൈഡും വരച്ചു ഏകദേശം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നല്ല ഒരു രസമായിട്ട് തോന്നി. ഒന്നുള്ളതിനേക്കാളും നല്ല രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് തന്നെയാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ പിക്ചർ കുറച്ച് വലുതായിട്ട് എനിക്ക് എന്തായാലും തോന്നി. പിന്നെ നമ്മൾ ഈ ഒരു ചുവരിലൊക്കെ പിക്ചർ ചെയ്താൽ നമുക്ക് കുറേ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിക്ചർ വാർണിഷ് എന്തായാലും അടിക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ആയാലൊക്കെ അങ്ങ് പോവും. പിക്ചർ വാർണിഷ് അടിച്ചാൽ കുറച്ചൊരു ഗ്ലൈസിങ് ആയിട്ട് നിൽക്കും. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലത് അതാണ്. നമ്മൾ പുറമേയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വാർണിഷ് അടിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലും കുറേ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് ഏകദേശം ഞാൻ എന്താവും എന്നറിയില്ല, അങ്ങനെ വരച്ചതാണ്. അപ്പോൾ സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ എന്തായാലും മോശമൊന്നായി പോയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അടി കിട്ടാതെ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ സ്വന്തം ചെയ്തതിൻ്റെ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും